നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബേസിക് സ്വിംഗ് മെഷീനിൽ ചെയ്യുന്ന വ്യത്യസ്തവും എന്നാൽ അതിമനോഹരവുമായ ഒരു മെഷീൻ എംബ്രോയിഡറിയാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു റിവേഴ്സ് എംബ്രോയിഡറിയാണ്. ഇതാണ് ഡിസൈൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് റിവേഴ്സ് എംബ്രോയിഡറി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണിത്. ഇങ്ങനത്തെ സ്റ്റിച്ചാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ആ സ്റ്റിച്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പിന്നീട് പറയാം. അതിന് മുമ്പായിട്ട് സ്റ്റിച്ച് പുറകിൽ വരുന്നത് കൊണ്ട് ഡിസൈൻ വരയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നോക്കാം. കാർബൺ പേപ്പർ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡിസൈൻ വെക്കാം. ഇനി ഡിസൈനിന് മുകളിലൂടെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഡിസൈൻ പേപ്പറിൻ്റെ പുറകുവശത്ത് ഡിസൈനിൻ്റെ ഒരു മിറർ ഇമേജ് നമുക്ക് കിട്ടും. കാരണം കാർബൺ പേപ്പർ മുകളിലേക്ക് തിരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് കണ്ടോ, ഡിസൈനിൻ്റെ മിറർ ഇമേജ് നമുക്ക് കിട്ടി. ഇവിടെ വിട്ടുപോയത് ഞാനിവിടെ വരച്ച് ചേർക്കാം. ഇനി ഈ മിറർ ഇമേജാണ് തുണിയിലേക്ക് ട്രേസ് ചെയ്യുന്നത്. പേപ്പറിൻ്റെ പുറകുവശത്താണ് നല്ല ഡിസൈൻ ഉള്ളത്. അടിയിൽ കാർബൺ പേപ്പർ വെച്ചിട്ടുണ്ട്. കാർബൺ പേപ്പറിൻ്റെ അടിയിൽ തുണിയും വെച്ചിട്ടുണ്ട്. ഇനി വരയ്ക്കാം. ഡിസൈൻ വരച്ച് കഴിഞ്ഞു. തയ്ച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പുറകുവശത്താണ് നല്ല ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഹൂപ്പിൽ ഇങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഡയറക്റ്റ് തയ്ക്കേണ്ടത്. ഈ ത്രെഡാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡാണ്. ഇത് 6 strands ഉള്ള എംബ്രോയിഡറി ത്രെഡാണ്. കണ്ടോ, ഇതിനെ ഇങ്ങനെ ഒരുമിച്ച് തന്നെ ബോബിനിൽ ചുറ്റാം. ഇനി ഒരു ബോബിൻ കേസ് വേണം. എന്നാലത് പുതിയത് എടുക്കേണ്ട, കുറച്ച് പഴയത് എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഈ കട്ടി കൂടിയ നൂല് ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ച് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബോബിൻ ഇടാം. എന്നിട്ട് ഇതിൽ ഇങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ വലിച്ചെടുക്കാം. ആവശ്യത്തിന് ടെൻഷൻ കൊടുക്കണം. ഇത് നമുക്ക് ഇടാം. പ്രഷർ ഫൂട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. ഫീഡ് ഡോഗ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസം വരുത്തണം. നമുക്കിത് സെൻറ്ററിലോട്ട് വെക്കാം. നൂലിൻ്റെ ടെൻഷൻ കുറച്ച് കുറയ്ക്കുന്നതിന് ലൂസാക്കി കൊടുക്കാം. ഇത്രയുമാണ് സെറ്റിങ്സ്. നൂല് പുറത്തോട്ടെടുത്തു. മുകളിലെ നൂല് ഞാൻ മെഷീൻ എംബ്രോയിഡറി നൂല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴെ എടുക്കുന്ന നൂലിൽ നിന്നും വേറെ കളറുള്ള ഒരു നൂല്. ഇതുപോലെ ഒരു വലിയ സൂചി എടുത്ത് ബോബിനിൽ നിന്ന് വരുന്ന നൂല് കുറച്ചുകൂടെ നീട്ടിയെടുത്ത് അതിൻ്റെ അറ്റം ഈ സൂചിയിൽ ഇങ്ങനെ കോർക്കാം. തയ്ച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡിസൈനിൻ്റെ ഭാഗത്ത് അടിയിലൂടെ സൂചി കുത്തി നൂലിനെ മുകളിലേക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാം. നൂല് മുകളിലേക്ക് എടുത്ത പോയിൻ്റ് സൂചിയുടെ നേരെ അടിയിൽ വരത്തക്ക രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് തയ്ച്ചു പോകാം. ഈ നൂല് അടിയിൽ കെട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുകളിലേക്ക് ഈ നൂലിനെ എടുത്തത്. അല്ലെങ്കിൽ പിന്നെ വലിച്ചു പിടിച്ച് തയ്ക്കാം. എന്നാൽ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഡിസൈൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. റണ്ണിങ് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന ലൈനുകൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ മാത്രമേ പുറകിലുള്ള ഡിസൈൻ സ്പേസ് ഇല്ലാതെ ഭംഗിയായി കിട്ടുകയുള്ളൂ.
നമുക്ക് കുറച്ച് നീളത്തിന് നീക്കിയിട്ട് പൊട്ടിച്ചെടുക്കാം. അതുപോലെ അടിയിലുള്ള നൂല് ഇതുപോലെ അമർത്തി പിടിച്ച് കുറച്ച് നീളത്തിന് നീക്കി കട്ട് ചെയ്ത് മാറ്റാം. ഈ നൂലിനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. പക്ഷെ ഞാനിത് നേരത്തെ ചെയ്ത പോലെ തന്നെ സൂചിയുടെ അറ്റത്ത് കോർത്ത് നൂലിനെ താഴോട്ട് വലിച്ച് ആണ് എടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതുപോലെ ഡിസൈൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ചെയ്തു തീർക്കാം. പുറകിലുള്ള നൂലുകളെല്ലാം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.